മനസ്സ് നന്നാവട്ടെ. ഞാൻ മീനാക്ഷി. ഞാൻ ചക്കാപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞിരപ്പള്ളിയിലെ നാഷണൽ സർവീസ് സ്കീം 1ാം വർഷ വോളണ്ടിയറാണ്. മദ്യം നമ്മുടെ ദർശനങ്ങൾക്ക് ജാഠ്യവും ചിന്തകൾക്ക് മൗഢ്യവും നൽകുന്നു. പെരുമാറ്റ വൈകല്യങ്ങൾക്കും ആത്മനാശത്തിനും അത് കാരണമാകുന്നു. മദ്യവും മയക്കുമരുന്നുകളും പിശാചിന്റെ ക്രൗര്യതയോടെ നമ്മെ അടിമകളാക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് ഏറെ ശതമാനം വരുന്ന കുട്ടികളും ലഹരി വസ്തുക്കൾക്ക് അടിമകളാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തിളക്കവും ചൈതന്യവും നശിച്ച ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ബുദ്ധിക്ക് മാന്യവും ശരീരത്തിന്റെ തളർച്ചയും സംഭവിച്ചവർ, മനസ്സിന് വിഭ്രാന്തിയും കർമ്മ വികലതയുമുള്ള കുട്ടികൾ, ഇവർ ഏതൊരു രാജ്യത്തിന്റെയും ശാപമാണ്. സാമൂഹ്യ വിരുദ്ധരെയും മനോരോഗികളെയുമാണ് മദ്യവും മയക്കുമരുന്നും ചേർന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആത്യന്തിക ഫലം എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആത്മീയ തകർച്ച. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇതിന് സമർപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? ലഹരി എന്ന വിപത്ത് നമ്മുടെ നാടിനെ വലയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ ലഹരിയുടെ ഉപയോഗത്തെ എങ്ങനെ തടയാം എന്ന് ചിന്തിക്കേണ്ട കാലമാണ് അതിക്രമിച്ചിരിക്കുന്നത്. എന്താണ് ലഹരി? സാധാരണ കവിയുടെ താല്പര്യവും അതിനോടുള്ള ഭ്രാന്തമായ അഭിനിവേശവുമാണ് ലഹരി എന്ന് സാധാരണയായി പറയാം. എന്നാൽ ഇന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കഞ്ചാവും ഹെറോയിനും ഹാഷിഷും കടന്ന് MDMA പോലെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും ലഹരി മരുന്നുകളുടെ മൂല്യം ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കടന്ന് കോടികളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും സൂചിപ്പിക്കുന്നത് നമ്മുടെ നാടിന്റെ ഭയാനകമായ അവസ്ഥയാണ്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സകല അരുതായ്മകളുടെ പിന്നിലും ഒരേ ഒരു കാരണം മാത്രം: ലഹരി. കോഴിക്കോട് ലഹരിക്കടിമയായി സ്വന്തം അച്ഛനെയും അമ്മയെയും കുത്തി പരിക്കേൽപ്പിച്ച 23 വയസ്സുകാരൻ ലഹരിയുടെ ഉപയോഗം എത്ര ഭയാനകമാണെന്ന് കാണിച്ചു തരുന്നു. നിയമങ്ങളുടെ നിർവഹണത്തിന്മേലുള്ള അപര്യാപ്തതകളും നിയമത്തിന്മേലുള്ള സകല സ്വാധീനങ്ങളും എല്ലാം വലിയകളും വരെ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുവാൻ കാരണമായി. വിവിധ ലഹരി മരുന്ന് കേസുകളിൽ പിടിപ്പെടുന്നവർ വീണ്ടും സമൂഹത്തിൽ ഇറങ്ങുന്നത് ലഹരി എന്ന വിപത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ ലഹരിയെ തടയാം? അപ്പന്റെ മദ്യക്കുപ്പിയിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി മദ്യം കഴിച്ചാണ് ഓരോ കുട്ടിയും മദ്യത്തിന് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ മദ്യത്തിനെതിരെ മറ്റ് ലഹരി വസ്തുക്കൾക്കെതിരെയുമുള്ള പോരാട്ടം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നുമാണ്. കുടുംബത്തിൽ നിന്നും സമൂഹത്തിലേക്ക്. നമ്മുടെ കേരള സർക്കാരിന്റെ വിമുക്തി, യോദ്ധാവ് തുടങ്ങിയ പദ്ധതികളിൽ നമുക്കും പങ്കുചേരാം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കടമ നമുക്കും നിർവഹിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോയവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരിഷ്കൃത മനുഷ്യർക്ക് അത് ചേർന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്നും ഏതൊരവസ്ഥയിലാണെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോയവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും കൂടിയുള്ളതാണ്. മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു നോക്കൂ, അവർ പറയും എന്തിനാണ് ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്ന്. കേവലം ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് തുടങ്ങുന്നതാണ്. എന്നാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരുവാൻ സാധിക്കാത്തവരാണ് അധികവും. എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേവലം ഒരു രസത്തിന് വേണ്ടി. മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പോൾ താനും ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കുവാനായി. പിന്നെ ഒരിക്കലും നിർത്താൻ സാധിക്കാത്തതാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം നാം ജീവിക്കുന്ന സമൂഹത്തോട് വിശ്വസ്തത പുലർത്തേണ്ടവരാണ് മനുഷ്യനെന്ന നിലയ്ക്ക് നാം ഓരോരുത്തരും. അതിനായി പരിശ്രമിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെ, ലഹരികൾക്ക് അടിമയായി സ്വന്തം ജീവിതം നശിപ്പിക്കുന്നവരെ, അതിന്റെ വിപത്തറിയാത്തവരെ, എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പെടുമെന്ന സത്യം അറിയില്ലാത്തവരെ ബോധവൽക്കരിച്ച് തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനായി പരിശ്രമിക്കാം. കാരണം നാം ഓരോരുത്തരും മനുഷ്യരാണ്. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുന്ന വിവേചന ശക്തി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനായി പരിശ്രമിക്കാം. ശുഭം.